കർത്താവിന് സ്തോത്രം. ഈ ദിവസത്തിൽ നമുക്ക് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പഠന പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ ക്വാർട്ടർ മുഴുവനും നാം വൻ പോരാട്ടം എന്ന പരമ്പരയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തെ ആധാരമാക്കിയാണ് നാം ഓരോ ആഴ്ചയിലും പഠിക്കുന്നതായ പാഠങ്ങൾ. ഇന്നത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് പ്രത്യാശയിൽ പ്രചോദനം എന്ന 7ാമത്തെ പാഠമാണ്. ഈ പാഠം പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ തലകളെ വണക്കി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഏഴകളായ അടിയങ്ങൾക്ക് അവിടുത്തെ വചനം പഠിക്കുവാൻ തന്ന സന്ദർഭത്തിനായി സ്തോത്രം. ദൈവമായ കർത്താവേ, അടിയങ്ങൾ ഓരോ ആഴ്ചകളിലും പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് പ്രത്യാശ നൽകി അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സഹായിക്കണമേ. പാഠം ശ്രദ്ധിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് തൊട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നമ്മുടെ ഇന്നത്തെ മനപ്പാഠ വാക്യം: അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം എന്നവർ പറയും. യെശയ്യാവ് 25:9 വാക്യം. ദൈവത്തിൻ്റെ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്ര വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കർത്താവിൻ്റെ 2ാം വരവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിൻ്റെ 2ാം വരവ് വേദപുസ്തക വിശുദ്ധ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്വർണ്ണ നൂലിൽ കൊരുത്തതുപോലെ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് പഴയ നിയമത്തിൽ 1845 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ കണക്കാക്കുന്നത്. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ 300 പരാമർശങ്ങൾ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് ഉണ്ട്. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച യൂറോപ്പിലെ നവീകരണത്തെക്കുറിച്ചെല്ലാം നാം പഠിക്കുകയുണ്ടായി. എന്നാൽ ആ നവീകരണം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് വളരെ വിശേഷപ്പെട്ട അനുഭവത്തിലൂടെ അനേക നവീകരണകർത്താക്കളെ വിശ്വസിച്ചുകൊണ്ട് അവർ പറയുന്ന വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സഭകൾ കത്തോലിക്ക സഭയിൽ നിന്നും വേറിട്ട സഭകൾ രൂപാന്തരപ്പെടുകയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ഭിന്നിപ്പും വിഷമങ്ങളും ഒക്കെ വീണ്ടും ഉണ്ടായതായിട്ട് നമുക്ക് ചരിത്രം പരാമർശിക്കുകയാണ്. എന്നാൽ ഈ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു കൂട്ടം ആളുകൾ കർത്താവിൻ്റെ 2ാം വരവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അവർ യാത്ര ചെയ്തുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. തീർത്ഥാടന പിതാക്കളെന്നാണ് അവരെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ചുള്ള സത്യം കൂടുതലായിട്ട് അമേരിക്കയുടെ പ്രദേശങ്ങളിലും മുഴങ്ങി കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഒരു കർഷകനായ ബാപ്റ്റിസ്റ്റ് സഭക്കാരനുമായ ഒരു വില്യം മില്ലർ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ആ പഠനത്തിൽ അദ്ദേഹം കർത്താവിൻ്റെ 2ാം വരവ് ഇന്നിപ്പോൾ സംഭവിക്കുമെന്ന് വളരെ വിശ്വസിച്ചുകൊണ്ട് വളരെ ആവേശത്തോടെ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ച് അനേകം പേര് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്നാൽ ആ ദിവസം കർത്താവ് വന്നില്ല. വലിയ നിരാശയുടെ അനുഭവം അവർക്കുണ്ടായി. അതാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നതായ വചനത്തിൽ നാം ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിച്ച കാര്യങ്ങൾ നമുക്ക് വചനത്തിലൂടെ തന്നെ ചിന്തിച്ച് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ തിരിച്ചുവരവിൻ്റെ വാഗ്ദാനം അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. കർത്താവിൻ്റെ തിരിച്ചുവരവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് പ്രൊട്ടസ്റ്റന്റ് ഭരണകർത്താക്കൾ ഹോളണ്ടിൽ നിന്ന് ആ പുതിയ ലോകം തേടി അമേരിക്കയുടെ തീരങ്ങളിലെത്തിയെന്ന് നാം വായിക്കുന്നു, ചരിത്രത്തിൽ വായിക്കുന്നു. അവരവിടെ വന്ന് എന്താ ചെയ്തത്? ആ പുതിയ ലോകത്തിൽ വളരെ വേർതിരിക്കപ്പെട്ടവരായി വിശുദ്ധിയുള്ളവരായിട്ട് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി അവർ രാപ്പകൽ അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ അവർ ജീവിക്കുവാനും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുവാനും ഇടയായിത്തീർന്നു.
അങ്ങനെ വിശ്വസ്തരായ സ്ത്രീ പുരുഷന്മാർ എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി അതീവ സന്തോഷത്തോടെ ആ സ്വീകരിക്കേണ്ടതായ ആ അനുഭവത്തിൽ വളരെ ഭയഭക്തി പൂണ്ട് അവർ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇപ്രകാരം: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതായ ആ വചനം അവർക്ക് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായ ഭാഗമാണ്. തെസ്സലോനിക്ക ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് മരിച്ചുപോയ വിശുദ്ധന്മാർ ജീവനോട് ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിൻ്റെ മഹാകാഹളം കേൾക്കുമ്പോൾ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ളതായ ആ വചനം പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് കൊടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് തങ്ങളുടെ മരിച്ചുപോയവരെ കുറിച്ചുള്ളതായ ആദി അവരെ ഭരിക്കുകയുണ്ടായി. അവർക്ക് എന്ത് സംഭവിക്കും? ഇനി അവരെ കാണുവാൻ പറ്റുമോ? ഇങ്ങനെയുള്ളതായ ആ പ്രതിസന്ധിയിൽ അവർക്ക് പ്രചോദനം പകരുവാൻ അപ്പോസ്തലൻ അവരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ് ഇതൊക്കെയുമെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആ ജനം കൈക്കൊണ്ടതായ പ്രത്യാശ, അവർ ആ വചനം കേട്ടപ്പോൾ അവരുടെ രോഗത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ അവസ്ഥയിലൊക്കെ ആ വചനം കേട്ടപ്പോൾ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കഷ്ടപ്പാടില്ലാത്തതായ, രോഗങ്ങളില്ലാത്തതായ, മരണമില്ലാത്തതായ ഒരു അനുഭവത്തിലേക്ക് പോകുവാനുള്ള വെമ്പലാണ് അവരിലൊക്കെയും സന്തോഷം ഉളവാക്കിയതെന്ന് നാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവെന്ന് പറയുന്നത് യുഗങ്ങളായി ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യാശയാണ്. ഈ രണ്ടാം വരവ്, കർത്താവിൻ്റെ രണ്ടാം വരവ് ഇപ്പോൾ സംഭവിക്കുമെന്ന് 2000 വർഷങ്ങൾ കൊണ്ട് ശിഷ്യന്മാർ പിന്നീട് വന്ന പിതാക്കന്മാരൊക്കെയും സവിസ്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് അവസാന നാളിൽ പരിഹാസികൾ പരിഹാസത്തോടുകൂടി എന്ത് ചെയ്യും? എണീറ്റിട്ട് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ നാളൊന്നും നടക്കത്തില്ല എന്ന് മറ്റുള്ളവരെ എന്ത് ചെയ്യും? കളിയാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പം അത് നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഈ ധ്വനി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വിശ്വസ്തത അതിന് ഭംഗം വരാത്തതാണ്. അവിടുന്ന് വാക്കുമാറാത്ത ദൈവമാണ്. അവിടുത്തെ രണ്ടാം വരവ് സുനിശ്ചിതമാണ്. അവിടുന്ന് ഒന്നാമത് വന്ന് പാപികളെ രക്ഷിച്ചുവെങ്കിൽ രണ്ടാമത് വന്ന് വിശുദ്ധന്മാരെ ചേർക്കുമെന്നുള്ളത് അവിടുത്തെ വിലയേറിയ വാഗ്ദത്തമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനോടുകൂടെ ആയിരിക്കുവാനുള്ളതായ ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിന് ഉടമകളായി നാം ഓരോ ദിവസവും ജീവിക്കണം. എങ്കിൽ മാത്രമേ ആ തിരിച്ചുവരവിൻ്റെ വാഗ്ദാനം നമുക്ക് സാക്ഷ്യമായി വിളങ്ങുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ബന്ധപ്പെട്ട വലിയൊരു കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് തന്നെയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവ് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ. ആ രണ്ടാം വരവിൻ്റെ പ്രത്യാശയിൽ നമുക്കായിരിക്കാം. തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ സമയം പ്രതീക്ഷിക്കുന്ന വിശുദ്ധന്മാരെ കാണുവാൻ കഴിയും. അതെപ്പോഴും സംഭവിക്കും? ഇതായിരുന്നു അവരുടെ ചോദ്യം. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് അവർ പഠിച്ച് വേദപുസ്തകത്തിൻ്റെ പല പേജുകൾ പഠിച്ച് അവസാനം അവർ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അവർ പഠിക്കുവാനിടയായി തീർന്നു. ഈ പ്രൊട്ടസ്റ്റൻ്റ് ഭരണപരിഷ്കർത്താക്കൾ കർത്താവിൻ്റെ അക്ഷരീകവും ദൃശ്യവുമായ ആ മഹത്തായ തിരിച്ചുവരവിൽ വിശ്വസിച്ചെങ്കിലും ക്രമേണ ബൈബിൾ സത്യത്തിൽ നിന്നവർ മാറി ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം പലതരം പഠിപ്പിക്കലുകൾ ഇതിനിടയ്ക്ക് വരികയുണ്ടായി. 1000 വർഷത്തെ ആ മില്ലേനിയം, അതായത് 1000 ആണ്ട് വാഴ്ച, അത് ഈ ഭൂമിയിലാണ് സംഭവിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള വിപരീത ഉപദേശത്തിന് ഉടമകളായി വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അനേക അബദ്ധങ്ങൾ സഭയ്ക്കുള്ളിൽ കടന്നുകൂടുവാൻ ഈ നാളുകളിൽ ഇടയായി തീർന്നു. എന്നാൽ കർത്താവ് ആദ്യമായി ബേത്ലഹേം പുൽത്തൊട്ടിയിൽ ഒരു ശിശുവായി ജനിച്ചപ്പോൾ നോക്കിയിരുന്ന ശാസ്ത്രിമാർക്കോ
പരീശന്മാർക്കോ സദൂക്യർക്കോ ഒന്നും തന്നെ ആ കർത്താവിനെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാതിരുന്നതുപോലെയാണ് അവിടുത്തെ രണ്ടാം വരവിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് വചനം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഒന്നാം വരവിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. കർത്താവിൻ്റെ രണ്ടാം വരവിലും അതേപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കടൽക്കരയിലെ മണൽ പോലെ നിന്നാലും ഒരു ചെറിയ കൂട്ടമാണ് ആ വരവിൽ പ്രത്യാശ വെച്ച് എടുക്കപ്പെടുന്നവരുടെ കൂട്ടമായി കാണുന്നതെന്ന് നമുക്ക് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും ഗൗരവമേറിയതും മഹത്തരവുമായ ഒരു സത്യമാണ് വീണ്ടെടുപ്പിൻ്റെ മഹത്തായ പ്രവൃത്തി. അത് പൂർത്തിയാക്കുവാനുള്ള കർത്താവിൻ്റെ രണ്ടാം വരവ് അവൻ്റെ തീർത്ഥാടകർക്ക് മരണ താഴ്വരയിലൂടെ യാത്ര ചെയ്യുവാൻ വളരെയേറെയുണ്ട്. അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളിൽ സന്തോഷകരമായ പ്രത്യാശ നൽകുന്ന അനുഭവമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന് നാം ഓർക്കുക. കാരണം ഒന്നാമത്തെ വരവ് എന്തിനു വേണ്ടിയാണ്? പാപികളെ രക്ഷിക്കുവാൻ. ഏദൻ പർദീസ നഷ്ടപ്പെട്ട ആദാമ്യ പാപത്തിലൂടെ സഞ്ചരിച്ചിരുന്നവരെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ രക്തത്താൽ അവരെ വീണ്ടും ദൈവമക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കടന്നു വന്നു. ആ ദൗത്യം, ആ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത വരുന്നതാണ് രണ്ടാം വരവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധന്മാരെ ചേർക്കുന്നതിലൂടെയാണ് വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത് എന്ന് നാം മറന്നു പോകരുത്. യേശുക്രിസ്തുവിൻ്റെ വരവിന് തയ്യാറാകാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് ദിനം പ്രതി നാം ഒരുങ്ങുക എന്നുള്ളതാണ്. നാം അത് കേട്ടിരിക്കാനുള്ളതല്ല. കർത്താവിൻ്റെ വരവ് ഏത് നേരമോ ആയിക്കോട്ടെ, പക്ഷെ നാം ഒരുങ്ങുക. ദിവസം പ്രതി ഒരുങ്ങുക, നിമിഷം പ്രതി ഒരുങ്ങുക. ഈ നിമിഷം കർത്താവ് വന്നാൽ അവിടുത്തോടു കൂടി എന്നെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം എന്നിൽ ഒരു ചെറിയ തെറ്റുകുറ്റങ്ങൾ പോലും ഇല്ലാതെ അവിടുത്തെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുക. അതാണ് ദൈവത്തിന് നമ്മോടുള്ള പറയുവാനുള്ളതായ ഒരു അനുഗ്രഹമേറിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്തുവാൻ ഒക്കെ ഈ ഒരുക്കത്തിൻ്റെ ഭാഗങ്ങളാണ്. ദിനം പ്രതി നമ്മുടെ ആത്മീയ ജീവിതത്തെ നാം വിലയിരുത്തണം. ദിനം പ്രതി നമ്മളെ കർത്താവിൻ്റെ വചനത്തിലൂടെ ഒന്ന് നോക്കണം. ഞാൻ ഇന്ന് എവിടെയാണ് തെറ്റിപ്പോയത്, എൻ്റെ വാക്കിൽ എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്. അങ്ങനെ ദിനം പ്രതി നമ്മെ കഴുകലിൻ്റെയും നിരപ്പിക്കലിൻ്റെയും ഒരു ഒരുക്കം നമ്മളിലുണ്ടെങ്കിൽ കർത്താവ് ഏത് നേരത്ത് വരുമെന്ന് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എപ്പോഴും വന്നാലും ഒരുക്കപ്പെടുന്നവർക്ക് ആ ബുദ്ധിയുള്ള മണവാട്ടികളെ പോലെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ള വലിയ പ്രത്യാശ അവിടുന്ന് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. വീണ്ടും ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ വില്യം മില്ലറും വേദപുസ്തകവും എന്നുള്ള ഭാഗത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, വില്യം മില്ലർ ആരായിരുന്നു? ഒരു ബാപ്റ്റിസ്റ്റ് സഭക്കാരനും അതേപോലെ ഒരു കർഷകനുമായിരുന്നു. എന്നാലൊരു വേദ പഠിതാവായിരുന്നു. നന്നായിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് വേദപുസ്തകം പഠിച്ചത്, അത് നമുക്ക് എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്ന് നമുക്ക് ഈ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അദ്ദേഹം ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നീതീകരണത്തെക്കുറിച്ചുള്ള സത്യം കൂടുതൽ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനങ്ങളെ വായിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് രണ്ടാം വരവിൻ്റെ രീതിയെക്കുറിച്ചുള്ള സത്യം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ആ കൂടുതൽ നീതീകരണത്തെക്കുറിച്ച്, വിശുദ്ധീകരണത്തെക്കുറിച്ച്, പ്രവൃത്തിയാലല്ല ദൈവത്തിൻ്റെ കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് ഇതെല്ലാം അദ്ദേഹം പഠിച്ച് വേദപുസ്തകത്തിൻ്റെ താളുകൾ പഠിച്ചു വന്നപ്പോഴാണ് രണ്ടാം വരവിൻ്റെ പ്രത്യാശ നിറഞ്ഞ വചനങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹം തിരുവചനം പഠിച്ചു തുടങ്ങി. അദ്ദേഹം കണ്ടെത്തിയതായ ഓരോ ഭാഗങ്ങൾ പുസ്തകങ്ങളിൽ എഴുതി പഠിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. കണ്ടെത്തിയ വചനങ്ങൾ ഒത്തുവാക്യങ്ങളും ചേർത്ത് വെച്ച് അദ്ദേഹം പഠിക്കുവാൻ തുടങ്ങി. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പം ചുമ്മാതെ വായിച്ചു വിടുന്നവരാവരുത്. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഭാഗങ്ങൾ അതേ വചനം മറ്റൊരു ഭാഗത്ത് കിടക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യുവാൻ നാം പഠിക്കണം. അത് വില്യം മില്ലർ നമുക്ക് കാട്ടിത്തരികയാണ്. അങ്ങനെ അദ്ദേഹം വേദപുസ്തകം സ്വയം വിശദീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. തിരുവഴുത്തുകളെ താരതമ്യം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലെ രഹസ്യങ്ങളെ അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു. ദൈവം അനേക രഹസ്യങ്ങൾ
രഹസ്യമാക്കിയിരുന്നതായ അനേക സത്യങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ പ്രവചനങ്ങളെ പഠിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. അങ്ങനെ ദാനിയേൽ പ്രവചനം അദ്ദേഹം പഠിച്ചു. വെളിപാട് പുസ്തകം പഠിച്ചു. അങ്ങനെ പ്രവചന ഗ്രന്ഥങ്ങളിലെ പ്രതീകങ്ങളെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ വേദപുസ്തകത്തിൻ്റെ നല്ലൊരു വക്താവായി തീരുവാൻ ദൈവത്തിൻ്റെ ദാസന് കഴിഞ്ഞു. വേദപുസ്തകത്തിൽ പ്രവചനങ്ങളിൽ പ്രതീകാത്മകമായ ഓരോ കാര്യങ്ങൾ, വർഷത്തിൻ്റെ പ്രവചനങ്ങൾ, ഇതെല്ലാം അദ്ദേഹം പഠിച്ച് ഓരോരോ വചനങ്ങളും അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി അദ്ദേഹം വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രതീകാത്മകതയെക്കുറിച്ചുള്ള ശരിയായ ധാരണ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാക്കണമെങ്കിൽ വേദപുസ്തകം ഭംഗിയായി നാം പഠിക്കണം. വേദപുസ്തകം തന്നെയാണ് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാതാവ്. അത് നാം മറന്നു പോകരുത്. ഇവിടെ അല്പം അവിടെ അല്പം, അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ. നാം വേദപുസ്തകത്തിൽ തന്നെ ഒരു വാക്യത്തിന് ഇണയില്ലാത്ത ഒരു കാര്യവുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വളരെ വ്യക്തമാക്കി തരികയാണ്. വീണ്ടും ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പോകുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഏറ്റവും ദൈർഘ്യമേറിയ പ്രവചനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പഠിക്കുവാനിടയായി തീർന്നു. 8-ാം അധ്യായം 14-ാം വാക്യം അതെന്താണ് പറയുന്നത്? 2300 സന്ധ്യ ഉഷസ്സും തികയോളം എന്നുള്ള ഒരു പ്രവചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദാനിയേൽ പ്രവാചകൻ. അതിനെക്കുറിച്ച് ഇവർ പഠിക്കുവാനിടയായി തീർന്നു. ഈ സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് വില്യം മില്ലർ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ സന്തതികളുടെ 400 വർഷത്തെ മരുഭൂമി യാത്ര, ഇസ്രായേൽ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് 40 വർഷം, ദാനിയേൽ പ്രവചനത്തിൽ ഇസ്രായേലിനനുസരിച്ച് 70 ആഴ്ചവട്ടം, ഇതെല്ലാത്തിനെക്കുറിച്ചും അദ്ദേഹം പഠിക്കുവാനിടയായിത്തീർന്നു. തിരുവഴുത്തുകളുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്ത് പ്രവചനത്തെ പഠിച്ചപ്പോൾ ദൈവത്തിനൊരു സമയക്രമം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ സമയക്രമമാണ് ഈ 2300 സന്ധ്യ ഉഷസ്സിൻ്റെ പ്രവചനത്തിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. 2300 സന്ധ്യയും ഉഷസ്സും എന്ന് പറഞ്ഞാൽ 2300 ദിവസങ്ങൾ. പ്രവചനത്തിൽ ഒരു ദിവസം ഒരു വർഷം എന്ന അനുമാനമാണ്. അതുകൊണ്ട് 2300 വർഷത്തെ പ്രവചനമാണ് ഈ ഒരൊറ്റ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ആ 2300 വർഷ സംഭവങ്ങളെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ പറയുന്നു, 9-ാം അധ്യായത്തിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വളരെ വ്യക്തമാക്കുകയാണ്. വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണം, ഭൂമിയെ അഗ്നിയിലൂടെ ശുദ്ധീകരിക്കലാണ് എന്ന് ജനപ്രിയ വീക്ഷണം വില്യം മില്ലർ അംഗീകരിച്ചു. എത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം മനസ്സിലാക്കാൻ അദ്ദേഹം വേദഗ്രന്ഥങ്ങൾ വളരെ ജാഗ്രതയോടെ പഠിച്ചു. അപ്പോൾ ദാനിയേൽ 8 ദാനിയേൽ 9 തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ തക്കവണ്ണം മനസ്സിലാക്കി. ദാനിയേൽ 8-ാം അധ്യായത്തിൽ ഈ മനുഷ്യന് ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്ന് ദൂതനോട് നിർദ്ദേശിക്കുന്നതായ കാര്യം അദ്ദേഹം മനസ്സിലാക്കി. ദാനിയേലിന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ ദൂതനോട് കൽപ്പിക്കുന്ന സൗണ്ട് അദ്ദേഹം ആ ദർശനം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ദാനിയേൽ 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ദാനിയേൽ 8-ന്റെ മുഴുവൻ ദർശനത്തിൻ്റെയും ഒരേ ഒരു ഭാഗം വിശദീകരിക്കാതെ വിട്ടുകളഞ്ഞത് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അതെന്താണ്? 2300 ദിവസങ്ങളെക്കുറിച്ചുള്ള ഭാഗം. അതിനെക്കുറിച്ച് ഒരു വിശദീകരണവും അവിടെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഭാഗമായിട്ട് ദൂതൻ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ദാനിയേലിനെ ബലപ്പെടുത്തി, നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടുന്നതിനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പിന്നീട് പറയുന്നതായിട്ടും അദ്ദേഹം മനസ്സിലാക്കി. അപ്പം ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ ദാനിയേൽ 9-ാം അധ്യായം 23, 25, 27 വാക്യങ്ങളിൽ ഈ 2300 സന്ധ്യ ഉഷസ്സിൻ്റെയും പ്രവചനത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം കഴിയും. കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. ദാനിയേൽ 9:23. ദാനിയേലിനോട് ഈ കൽപ്പിച്ച ദൂതൻ്റെ ആദ്യ വാക്കുകൾ, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം
നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 490 വർഷങ്ങളാണ്. 490 വർഷങ്ങളാണ് യഹൂദ ജനത്തിന് നിയമിച്ചിരിക്കുന്നത് എന്ന് ദാനിയേലിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പരിഭാഷപ്പെടുത്തി അത് കഴിയുമ്പോൾ എന്താണ്? മുറിച്ചു കളയുക എന്നാണ്. കട്ടൗട്ട്. 70 ആഴ്ചകൾ 490 വർഷം ഛേദിക്കപ്പെടും. എന്നാൽ എന്തിൽ നിന്ന്? 2300 ദിവസ ദർശനത്തിൽ ഛേദിക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. ഒരേ ഒരു ഭാഗം. ദാനിയേലിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം അതിനെ വിശദീകരിച്ച് കൊടുക്കുവാൻ തക്കവണ്ണം ദൂതനോട് വീണ്ടും ആവശ്യപ്പെടുന്നതാണ് നമ്മൾ 9-ാം അധ്യായത്തിൽ ഈ കാണുന്നത്. 9-ാം അധ്യായത്തിൽ 70 ആഴ്ചവട്ടത്തിൻ്റെ ആരംഭം മുതൽ ആ 70 ആഴ്ചവട്ടത്തിൻ്റെ അവസാനം വരെ വളരെ വ്യക്തമായിട്ട് അതിന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മില്ലർ ഇതെല്ലാം പഠിക്കുകയുണ്ടായി. അവിടെ എന്താണ് 70 ആഴ്ചവട്ടത്തിൻ്റെ ആരംഭം? യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നതാണ് ആ 70 ആഴ്ചവട്ടം, അല്ലെ 2300 സന്ധ്യ ഉഷസ്സിൻ്റെയും പ്രാരംഭമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്നത്. ഈ വർഷങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചപ്പോൾ കോരേശ് രാജാവ് എന്ത് ചെയ്തു? ഈ ഇസ്രായേൽ ജനത്തിനൊരു വിടുതൽ കൊടുത്തു. അവർ യെരുശലേമിലേക്ക് പോയി യെരുശലേം ദേവാലയം പണിയുവാനും അവിടെ ദൈവത്തെ ആരാധിക്കുവാനൊക്കെയും കൽപ്പന കൊടുക്കുന്നത് നമുക്ക് എസ്രാ നെഹമ്യാവിൻ്റെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ കോരേശ് കൊടുത്തതായ കൽപ്പന പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അർത്ഥഹിഷ്ടാവിൻ്റെ കാലത്താണ് ആ കൽപ്പനയ്ക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം. അത് 457 BC-യിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2300 ദിവസത്തിൻ്റെ പ്രവചന തുടക്കം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇപ്രകാരമാണ്. കാരണം വളരെ വ്യക്തമായിട്ടാണ് വേദപുസ്തകത്തിൽ അതിൻ്റെ തുടക്കം കൊടുത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൃത്യത അതാണ് നമുക്ക് ഈ 2300 സന്ധ്യ ഉഷസ്സും ഈ ദൈർഘ്യമേറിയ പ്രവചനത്തിലൂടെ മാറ്റപ്പെടാത്ത ദൈവത്തിൻ്റെ മാറാത്ത സ്വഭാവം വെളിപ്പെടുത്തി തരുന്നതായ ഭാഗങ്ങളെന്ന് പറയുന്നത്. വീണ്ടും വ്യാഴാഴ്ചത്തെ പാഠത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രവാചക കാലഘട്ടത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ 7 മുതൽ 13 വരെ പേർഷ്യയിലെ ഇസ്രായേൽ തടവുകാരെ അവരുടെ ആലയം പുതുക്കി പണിയുന്നതിന് വേണ്ടിയും ആരാധനയ്ക്ക് വേണ്ടിയും അവരെ തിരിച്ചു വിടുന്നതായ ഭാഗങ്ങളെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ പ്രവചനത്തിൽ യെരുശലേമിനെ പുനഃസ്ഥാപിക്കുന്നതിന് പണിയുന്നതിനുമുള്ള കൽപ്പന പുറപ്പെടുന്നത് മുതൽ മശിഹായുടെ വരവ്, മശിഹായുടെ യാഗം, ഇതെല്ലാം ഈ 70 ആഴ്ചവട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹം പഠിക്കുകയുണ്ടായി. അങ്ങനെ മശിഹ 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ 483 പ്രവചന ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിലുള്ള വർഷങ്ങളായി തീരുമ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങൾ BC 457 മുതൽ BC 483 വരെ. 457 ആ ആലയം പണിയാനുള്ള കൽപ്പന വരുന്നത്. പിന്നീട് 483 വർഷം പൂർത്തിയാകുമ്പോൾ AD 27 വരും. അവിടെ എന്താ സംഭവിക്കുന്നത്? മശിഹ അല്ലെങ്കിൽ അഭിഷിക്തൻ എന്ത് ചെയ്യുകയാണ്? അഭിഷിക്തനാവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെടുന്നത് AD 27 അഭിഷിക്തനാകുന്ന ശുശ്രൂഷ AD 27 പൂർത്തീകരിക്കുകയാണ്. സ്നാനം സ്വീകരിക്കുന്നത്, ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നാനത്തിന് ശേഷം കർത്താവ് എന്ത് ചെയ്തു? ഗലീലയിലേക്ക് പോയി രാജ്യത്തിൻ്റെ സുവിശേഷം സകലരെയും അറിയിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടാനുള്ള ദൂത് കർത്താവ് ഘോഷിച്ചു തീർന്നു. AD 31 കർത്താവിൻ്റെ ആ ജീവിതത്തിൻ്റെ, ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ അവസാന ആഴ്ചയാണ്. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അഭിഷിക്തൻ എന്ത് ചെയ്യാണ്? ഛേദിക്കപ്പെടുകയാണ്. AD 31 കർത്താവ് ക്രൂശിൽ മരിക്കുകയാണ്. AD 34 എന്താ സംഭവിച്ചത്? കർത്താവിൻ്റെ വചനം മറ്റു സ്ഥലങ്ങളിലേക്ക് യഹൂദന്മാരുടെ അവർക്ക്
മാനസാന്തരപ്പെടുവാനുള്ളതായ ഒരു ജാതി എന്ന നിലയിൽ മാനസാന്തരപ്പെടുവാനുള്ള കാലം അവസാനിക്കുകയാണ്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള രക്ഷയുള്ളൂ. ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് ഈ യെരുശലേമിൽ നിന്ന് യൂറോപ്പിലേക്ക് സുവിശേഷം കൊണ്ടെത്തിക്കുന്ന സമയം AD 34 അതോടുകൂടി ഒരു ജാതി എന്ന നിലയിലുള്ള അവരുടെ രക്ഷ അവസാനിച്ചതായിട്ട് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ ദൈർഘ്യമേറിയ പ്രവാചക കാലഘട്ടം അങ്ങനെ കടന്നു പോകുമ്പോൾ നാം അവസാന ആഴ്ചയിൽ കർത്താവിൻ്റെ മരണം, ക്രൂശീകരണം, ഉയർപ്പ്, സ്വർഗാരോഹണം അതെല്ലാം കഴിഞ്ഞ് സുവിശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി യഹൂദന്മാരോടുള്ളതായ ആ 70 ആഴ്ചവട്ട പ്രവചനം അവിടെ അവസാനിക്കുകയാണ്. അവിടെ 2300 വർഷത്തെ പ്രവചനത്തിൽ 490 വർഷം കുറച്ചാൽ പിന്നെ 1810 വർഷം ബാക്കി കിടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് 1810 വർഷം കൊണ്ട് സംഭവിക്കുന്നത് എന്ന് നാം വീണ്ടും പഠിക്കുമ്പോൾ AD 1844 നമുക്ക് ഒന്ന് എത്തി നോക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. വില്യം മില്ലർ പ്രസംഗിച്ചു, കർത്താവിൻ്റെ വരവ് 1844 ഒക്ടോബർ 22 സംഭവിക്കുമെന്ന്. കാരണം കർത്താവ് രണ്ടാമത് വരുന്നത് ദർശനം അദ്ദേഹം പഠിച്ച് ആ 7-ാം അധ്യായം മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കുകയാണ്. എന്നാൽ അവിടെ അവർക്ക് തെറ്റ് സംഭവിക്കുകയും വൻ നിരാശ ഉണ്ടാവുകയും ചെയ്തു. വീണ്ടും ഒരു പ്രവചനം പഠിക്കുകയാണ്. അപ്പോഴാണ് 1844 കർത്താവ് മഹാപുരോഹിത വേലയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതായ സത്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അവിടുന്ന് രണ്ടാമത് വരുന്നതിന് മുൻപ് മഹാപൗരോഹിത്യം തന്നെത്താൻ ഏറ്റെടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് നമ്മുടെ പകരക്കാരൻ മാത്രമല്ല, നമ്മുടെ ന്യായകർത്താവും സർവസ്വവുമായിട്ട് അവിടുന്ന് നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്നതായ അനുഭവമാണ് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്ന് അവർക്ക് വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു സംക്ഷിപ്തമായ ഒരു കാര്യം മാത്രമാണ് ഈ ആഴ്ചയിലെ പാഠത്തിലൂടെ നാം കടന്നു പോകുന്നത്. 2300 സന്ധ്യ ഉഷസ്സും എന്നുള്ള പ്രവചനം എത്ര ദിവസങ്ങളെടുത്ത് പഠിച്ചാലും നമുക്കതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാൻ ആ ദർശനം ലഭിച്ചതായ ദാനിയേലിൻ്റെ അനുഭവം നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിച്ചതായ വില്യം മില്ലറിൻ്റെ അനുഭവം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അതിൻ്റെ പൊരുളിലേക്കും അതിൻ്റെ പ്രത്യാശയിലേക്കും നമ്മുടെ ജീവിതം വളരുകയുള്ളൂ. നമ്മളെ ഈ പ്രവചനങ്ങൾ പഠിപ്പിക്കുന്നത് കർത്താവ് വാക്കു മാറാത്തവനാണെന്നാണ്. അവിടുന്ന് അരുളി ചെയ്തത് അപ്രകാരം തന്നെ സംഭവിക്കും, ഒരു മാറ്റവുമില്ല. അവിടുന്ന് മേഘാരുടനായി വരും. ഏത് നാഴികയ്ക്കെന്ന് നാം അറിയാത്തത് കൊണ്ട് ഒരുങ്ങിക്കൊള്ളുക. ഏത് നാഴികയ്ക്ക് വന്നാലും അവിടുത്തെ വരവിൽ പ്രിയം വെക്കുന്ന ഭക്തന്മാരെ ചേർക്കുന്ന വേളയിൽ നാമും ആ കൂട്ടത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ഒരുക്കം വളരെ പ്രാധാന്യമേറിയതായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വളരെയേറെ ആഴമായി പഠിച്ച് ഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഈ പാഠപഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ആഴ്ചയിലും വിലയേറിയ വചനങ്ങളിലൂടെ, പ്രത്യാശ നിറയ്ക്കുന്ന വചനങ്ങളിലൂടെ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് കരുതി നമ്മെ തന്നെ സമർപ്പിക്കാം. അനവധി കഷ്ടങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ അവർ കാണിച്ചു തന്ന മാതൃകകൾ നമ്മുടെ മാതൃകകളാക്കിയെടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആഴമേറിയ ദൈവിക സത്യങ്ങളിലേക്ക് ദിനംതോറും നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം കഴിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പാഠത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹമേറിയ ആഴമേറിയ ദൈവത്തിൻ്റെ വചനങ്ങളെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, എത്രമാത്രം അടിയങ്ങൾ ആരാഞ്ഞു നോക്കിയാലും അടിയങ്ങൾക്ക് മനസ്സിലാകാത്ത അനവധി സത്യങ്ങൾ അവിടുത്തെ വചനത്തിലുണ്ടല്ലോ കർത്താവേ. ആ ദൈവദാസന്മാർക്ക് ഒളിഞ്ഞു കിടന്ന വചനം വെളിപ്പെട്ടതുപോലെ അടിയങ്ങളെയും ഈ നാളുകളിൽ അവിടുന്ന് അതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരായി എല്ലാവരെയും അനുഗ്രഹിക്കണം. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുങ്ങുവാൻ തക്കവണ്ണം സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം. മാനവും മഹത്വം എടുക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ.